ഗുഡ് നൈറ്റ് ആവാൻ പോവാ. ഞാനും പിന്നെയും കൊണ്ടുപോയി. അപ്പൊ ബൈ ബൈ. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരെണ്യം ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ചില ദിവസങ്ങളൊക്കെ ഭക്തി സാന്ദ്രമാണ് ഇവിടെ കേട്ടോ. ചിലപ്പോൾ ഒക്കെ ഒന്ന് ദീപം കാട്ടാനായിട്ട് ഇങ്ങനെ രണ്ടിൻ്റെ കൈയും കാലും പിടിക്കാറാണ്. ഇന്നിപ്പോൾ കൂടിയൊക്കെ കഴിഞ്ഞ് ദീപമൊക്കെ കാട്ടി നല്ല ഉഷാറായ പോസിറ്റീവായ ഒരു ദിവസമായിരുന്നു. അപ്പം എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ രശ്മിയാണ്. നമ്മളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ സ്കൂളില്ലാത്ത ദിവസമാണ്. രാവിലെ നമുക്ക് ടിഫൻ വന്നിട്ട് കുറച്ച് ദോശയുണ്ട്, കുറച്ച് ഇഡ്ഡലി ഉണ്ട്, കുറച്ച് ചട്നി ഉണ്ടാക്കി. ഇന്നലെ ഏഴത്തിയമ്മ തന്ന കുറച്ച് സാമ്പാറിൻ്റെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അതെല്ലാം കൂടെ തട്ടിക്കൂട്ടി ടിഫനിലേക്കുള്ള കറിയങ്ങൾ ഒപ്പിച്ചു. ഇവിടെ എൻ്റെ ആദ്യം മടുപ്പില്ലാണ്ട് കൂട്ടുന്ന ഒരു കറിയാണ് സാമ്പാർ കേട്ടോ. അപ്പോൾ അപ്പുറത്തെ ഏഴത്തിയമ്മ എപ്പോൾ സാമ്പാർ വയ്ക്കുമ്പോഴും അവന് കഴിക്കാനുള്ളത് തരാറുണ്ട്. അപ്പോൾ ഇന്നലെ വൈകിട്ട് ഞങ്ങൾ ചോറല്ല കഴിച്ചത്, സാമ്പാറായതുകൊണ്ട് ഇത്തിരി ബാക്കിയായി. അപ്പോൾ അതും ഇരിപ്പുണ്ട് ടിഫനിക്ക്. അപ്പോൾ രാവിലത്തെ അങ്കമ്പട്ടി കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ദോശയും കുറച്ച് ഇഡ്ഡലിയും കുറച്ച് ചട്നിയും പിന്നെ ഇന്നത്തെ കുറച്ച് സാമ്പാറും ഉണ്ട്. അപ്പോൾ അതെല്ലാം വെച്ച് രാവിലത്തെ അങ്കമ്പട്ടൊക്കെ തീർന്നു കേട്ടോ. ഇനി ഉച്ചയാകുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ആക്കണം. കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇന്ന് ഉള്ളിവാട്ടി മുട്ടക്കറി ആക്കാമെന്നാണ് കരുതുന്നത്. അരി അടുപ്പത്തിട്ടിട്ടില്ല. അരി അടുപ്പത്തിട്ട് രാവിലെ നല്ലോണം ഒത്തിരി വൈകി ഇന്ന് എണീക്കാനായിട്ട്. പിന്നെയൊക്കെ സ്കൂളൊന്നുമില്ല. പിന്നെ എനിക്ക് കുറച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഇരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് പോസ്റ്റ് ചെയ്യേണ്ട വീഡിയോ കേട്ടോ. ഇനിയിപ്പോൾ എന്താ, ഞാൻ അരിയെടുപ്പത്തിട്ട് ഉള്ളി തക്കാളിയൊക്കെ വാട്ടി മുട്ട അതിലോട്ട് ഇട്ടിട്ട് ഉച്ചയാകുമ്പോഴത്തേക്ക് റെഡി ആക്കിയിട്ട് ടൗണിലൊക്കെ പോകണം, ബാങ്കിലൊക്കെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ വീഡിയോയ്ക്ക് സ്വാഗതം പറയുകയാണ്. തൊട്ട് മുന്നേ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള ലോങ് വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും എപ്പോഴും പറഞ്ഞമാരിനെ ഒത്തിരി സ്നേഹത്തോടെ 1000 നന്ദി പറയുകയാണ്. അതുപോലെ ഉണ്ടല്ലോ, എൻ്റെ അടുത്ത് കുറേ പേര് കമൻറ്റിലൊക്കെ ആയിട്ടും മെസ്സേജിലായിട്ടും ചോദിക്കുന്നുണ്ട് അണ്ണക്കുട്ടികളുടെ കാര്യമൊക്കെ. സത്യം പറഞ്ഞാൽ ഞാനത് പറയാണ്ടിരുന്ന ഒരു സംഭവമാണ്. തൊട്ട് മുന്നേ ഒരു ദിവസം എൻ്റെ കൂട്ടുകാരി എന്നെ വിളിച്ച് അതുങ്ങളെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് ഞാനും ഓർത്തെ. കുറേ പേര് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ അത് പറയണമല്ലോ വീഡിയോയിൽ എന്നുള്ളത്. നമ്മൾ നമ്മുടെയൊക്കെ ലൈഫിലുള്ള സന്തോഷമായാലും സങ്കടമായാലും ഒക്കെ നമ്മുടെ ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ വളരെ സങ്കടകരമായൊരു കാര്യമാണ്. നമ്മുടെ അണ്ണക്കുട്ടികൾ രണ്ടും നമ്മളെ വിട്ടു പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഒരെണ്ണത്തിന് ആദ്യം വയ്യായമാരിയായിരുന്നു. ഒരെണ്ണം നല്ല ഉഷാറായിരുന്നു. പക്ഷേ എൻ്റെ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതി. 2 പേരേനെയും എനിക്ക് നോക്കി അവരുടെ ആയുസ്സും ആരോഗ്യവും ഒന്നും നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റിയില്ല. ഞാൻ ആദ്യം കുറേ ഏട്ടൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടു. നിങ്ങളിങ്ങനെ കൊണ്ട കാരണം കൊണ്ടല്ലേ എനിക്ക് അവറ്റങ്ങളെ നോക്കി അവറ്റങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഇല്ലാണ്ടായത്. പിന്നെ അത് ഓർത്തോർത്തേക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ പിന്നെ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ അവറ്റങ്ങളെ എടുക്കാണ്ട് പോന്നാലും ശരി, വല്ല ഉറുമ്പ് പൊതിഞ്ഞിട്ടോ വല്ല ജന്തുക്കൾ കടിച്ചിട്ടോ അവറ്റ് ചാവും. അപ്പോൾ നമ്മൾ നോക്കി നല്ലപോലെ നോക്കിയിട്ടും അവറ്റങ്ങളെ ജീവപ്പം നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റൂലല്ലോ. അങ്ങനെയല്ല അവറ്റ് ചത്തുപോയത്. സാരമില്ല, അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട, വിഷമിക്കേണ്ട ഒക്കെ പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു ഓളത്തിൽ അങ്ങനെ പോവുകയുണ്ടായത് കേട്ടോ. ഇനിയിപ്പോൾ സ്വയം ഇങ്ങനെ പറഞ്ഞിട്ടും അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടും ഒക്കെ പരസ്പരം സമാധാനിപ്പിക്കുക മാത്രമാണ് വഴിയുള്ളൂ. എനിക്ക് ഐറ്റങ്ങളെ ഇട്ട ആ നീലക്കൊട്ട കാണുമ്പോൾ ഇടങ്ങാറാണ്. ഞാനപ്പോൾ ആ കൊട്ടയടക്കം മേലെ കയറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു വിഷയത്തിൽ നിന്ന് പെട്ടെന്ന് മാറാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മൊത്തം എന്താ പറയുക ഡള്ളാവും. അതൊരു ചില കാര്യങ്ങൾ അങ്ങനെയാണ്, മറന്നേ പറ്റുള്ളൂ അല്ലേ. എന്നാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ പണികളുടെ തിരക്കുകളിലാണ് കേട്ടോ. എന്ന് വെച്ചാൽ അരിയൊക്കെ അടുപ്പത്തിടുന്ന അങ്കമ്പട്ടിലാണ്, ചാമ്പത്തിക്കുള്ള പണി തിരക്കിൽ. റേഷനരി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ജയരി വാങ്ങിച്ചാണ്. നല്ല വേവുള്ള അരിയല്ലേ, അപ്പോൾ പിന്നെ അടുപ്പ് തന്നെ ശരണം. തലേദിവസം തെർമോകുക്കറിൽ തിളപ്പിച്ച് വെക്കുകയാണെങ്കിൽ സുഖമാണ്, രാവിലെ എടുത്ത് വാർത്താൽ മതി. ഞാനിപ്പോൾ ഇന്ന് ഉണ്ണിയൊക്കെ സ്കൂളൊന്നും ഇല്ലല്ലോ, അപ്പോൾ പിന്നെ തിരക്ക് പിടിച്ച് നമുക്ക് ഉച്ചാമ്പത്തൊന്നും ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അടുപ്പത്ത് തന്നെയാണ് അരിയൊക്കെ ഇട്ടത്. വെള്ളം ചെമ്പിലിങ്ങനെ നിറച്ച് വയ്ക്കുന്ന സമയത്തൊക്കെ എൻ്റെ അമ്മ ചെയ്യുന്ന പരിപാടിയാണ് ഇതൊക്കെ കേട്ടോ. എന്ന് വെച്ചാൽ വേറൊരു ചെമ്പിൻ്റെ മേലെ വയ്ക്കാൻ പാകത്തിനുള്ള പാത്രത്തിൽ ബാക്കി വെള്ളം ഒഴിച്ച് ഇങ്ങനെ വയ്ക്കും. എന്നിട്ടാണ് നമ്മൾ ആ ചോറ് വേവിക്കുക.
അപ്പോൾ ചോറ് ഇങ്ങനെ വെന്ത് വെള്ളം വറ്റുന്ന സമയത്ത് നമുക്ക് പച്ചവെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. അച്ചുട്ടൻ പണിയെടുക്കണ കാട്ടടാ. അച്ചുട്ടൻ നല്ല പിടിക്കനായിട്ട് അമ്മേനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നൊക്കെ എല്ലാവരും എന്ത് പുണ്യാന്നാവോ കേട്ടോ. അങ്ങോട്ട് പറയാണ്ട് ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണം അമ്മയൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ വന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണ് എന്നാ മുട്ടയുടെ ഓടൊക്കെ അങ്ങോട്ട് പിച്ചി പറിച്ച് കളഞ്ഞളേന്ന്. അപ്പോൾ അതൊക്കെ ഹെൽപ്പാണോ ചോദിച്ചു. പിന്നെ അതും ഹെൽപ്പാണ്. അപ്പോൾ മൂപ്പൻ അതൊക്കെ നേരേക്കും കൊണ്ടിരിക്കുകയാണ്. മൂത്തവനെ പിന്നെ വീഡിയോയിൽ കാണാൻ സാധ്യത കുറവാണ്. നമ്മളുടെ വീഡിയോഗ്രാഫർ അല്ലേ. അപ്പോൾ ഞങ്ങളെങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏട്ടനീ സമയത്ത് വീട്ടിലില്ല. ഉച്ചയാകുമ്പോൾ ഇനി പണിയൊക്കെ മാറ്റി ഊണ് കഴിക്കാനായിട്ട് വരുന്നുണ്ടാവുള്ളൂ. ഏട്ടൻ വരുമ്പോഴത്തേക്കും നമുക്ക് വേഗം ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി നല്ല മുട്ടക്കറി അങ്ങോട്ട് ആക്കാം. ഞാൻ ആദ്യത്തെ ടൂറ് പോയപ്പോൾ ഉള്ളിയും തക്കാളിയും വാട്ടി മുട്ട ഗ്രേവി ആക്കി കൊടുത്തില്ലേ, 1-2 മുട്ടയൊക്കെ വെച്ചിട്ട്. അത് കണ്ടപ്പോൾ തുടങ്ങിയാണ് അച്ചൂസ് നമുക്കും മുട്ടക്കറി ഉണ്ടാക്കണം, എനിക്കും 2 മുട്ട വെച്ച് അതുപോലെ ചോറ് കഴിക്കണമെന്ന്. അപ്പോൾ പിന്നെ നമ്മൾ അവൻ്റെ ആഗ്രഹം നടത്തി കൊടുക്കണ്ടേ. അപ്പം അന്ന് മുട്ടക്കറി ഉണ്ടാക്കിയ പോലെയല്ല കേട്ടോ ഉണ്ടാക്കിയത്. ഞാൻ ചട്ടിയൊക്കെ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു മുട്ട അങ്ങോട്ട് നുറുക്കി അത് അതിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തു. പിന്നെ 4 മുട്ട ഇങ്ങനെ ഇത്തിരി പൊളിച്ച് അങ്ങനെ ആ ഒരു പൊടികളുടെ കൂട്ടിലോട്ടിട്ടിട്ട് ശരിക്കൊരു ഏകദേശമൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. മുട്ട ഇത്തിരി കൂടി മുളക് പൊടിയോ കാശ്മീരി ചില്ലിയോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷെ എൻ്റെ ഉണ്ണികൾക്ക് ഇങ്ങനെ മുട്ട വല്ലാണ്ട് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ ആ മുട്ടയുടെ ടേസ്റ്റ് മാറുമെന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മസാല എണ്ണയിൽ അതൊക്കെ ഇന്നിട്ട് ഇളക്കി എടുത്തേ ഉള്ളൂ കേട്ടോ. ആ പൊടിഞ്ഞ മുട്ടയുടെയൊക്കെ സ്മെല്ലും ടേസ്റ്റും ഒക്കെ എണ്ണയിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നുറുക്കി അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. പിന്നെ അതിൻ്റെ പച്ചച്ചവയൊക്കെ മാറുന്ന വരത്തേക്കും നല്ല രീതിക്ക് വഴറ്റി അതിൻ്റെ ആ പച്ചച്ചവയൊക്കെ അങ്ങോട്ട് മാറ്റി. പിന്നെ ചെറുതാക്കി നുറുക്കിയിട്ടുണ്ടായിരുന്ന തോനെ വെല്ലുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നേരത്തേക്കാണ്, എന്നാലും ചീരക്കറി ഉണ്ട്, കൂടുതൽ ഉള്ളിവാട്ടിക്കറി തന്നെ ആയിരിക്കും എല്ലാവരും എടുക്കുക എന്നുള്ളൊരിതിൽ ഞാൻ ഇത്തിരി അധികം എടുത്തതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു. പൊടികളെല്ലാം ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പതിവ് പോലെ തന്നെ പൊടിയുടെ പച്ചച്ചവയൊക്കെ മാറുന്ന വരത്തേക്കും ആ ഒരു ഉള്ളിയിലിട്ടിട്ട് ചെറുതീയിൽ ഇങ്ങനെ മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു തക്കാളി തട്ടി കൊടുക്കുക. ഈ സമയത്ത് മല്ലിച്ചപ്പോ പുതിനയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുത്താൽ നല്ലതാണ്, നല്ലൊരു സ്മെല്ലൊക്കെ വരും. ഒരു കറിവേപ്പിലയാണെങ്കിലും നല്ലതാണ്. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മൂത്ത് അതിൻ്റെ കളർ തന്നെ കണ്ടില്ലേ, ഈ ഒരു ലെവലിലേക്ക് എത്തണം, എന്നാലാണ് ആ ഗ്രേവിക്കൊരു പ്രത്യേക ടേസ്റ്റൊക്കെ വരിക കേട്ടോ. അപ്പോൾ ഉച്ചയാകുമ്പോഴത്തേക്ക് ചോറിനാവുന്നത് കൊണ്ട് തന്നെ കുറച്ച് പെരളനാക്കാമെന്ന് ഓർത്തിട്ട് ഞാനൊരു ഇത്തിരി വെള്ളം കൂടെ പാർന്ന് നല്ല രീതിക്ക് തിളപ്പിച്ച് കുറുക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ കോഴിമുട്ട ചേർത്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരൊന്നും ജസ്റ്റ് ഉണ്ടാക്കി വെക്കും. ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഏകദേശമൊക്കെ എല്ലാവരും ഉണ്ടാക്കുക അല്ലേ. പൊടിയുടെ അളവും പിന്നെ വാട്ടുന്ന വിധത്തിൻ്റെ അളവൊക്കെ ആയിരിക്കും മാറ്റം ഉണ്ടാവുക. എന്ന് വെച്ചാൽ ചിലർ ജസ്റ്റ് ഉള്ളി തക്കാളി ഒന്ന് വാടിക്കഴിഞ്ഞാൽ പൊടികളിടും, മുട്ടയിടും, മുട്ടക്കറിയാക്കും. അപ്പോൾ ഉള്ളിയൊക്കെ നല്ല രീതിക്ക് വാടിയാലാണ് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ടേസ്റ്റ് കറിക്ക് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഊണൊക്കെ കഴിച്ചു. ഇത്തിരി നേരം വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തു. കുറച്ച് നേരം കിടന്നു ഉറങ്ങി. ഉച്ചരിങ്ങ അച്ചു കടയിൽ പോയാണ്, അവന് ഒരു ലൈസ് മേടിക്കണം, പിന്നെ എന്തൊക്കെയോ മേടിക്കണം എന്ന് പറഞ്ഞിട്ട്. ഇപ്പയ്ക്ക് മിഠായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഒരു കേക്ക് മിഠായി. അപ്പം ഞാൻ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം നല്ല ഉറക്കമാണ് കേട്ടോ. അവന് ടൂറ് കഴിഞ്ഞതിന് ശേഷം അവൻ്റെ ക്ഷീണം അങ്ങോട്ട് മാറിയിട്ടില്ല തോന്നുന്നു. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറയുമായിരുന്നു, ഈ 2 ദിവസത്തിന് ടൂറ് പോയിട്ട് എനിക്ക് ഇത്രയും ക്ഷീണമാണേൽ ഒരാഴ്ചയൊക്കെ ടൂറ് പോയാൽ എന്താ ചെയ്യുക? അപ്പോൾ അവൻ പറയാം, എൻ്റെ പൊന്നമ്മ ഞാൻ ഇനി പോയാലല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ ടൂറിസ്റ്റിലായിട്ടാണ്? അതുകൊണ്ടല്ല അത്രേ, ഇനിയിപ്പോൾ എപ്പോൾ പോകാനാണ്? കോളേജിൽ പോയാലല്ലേ കോളേജ് ടൂർ പോവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ വല്ല കോഴ്സും എടുത്ത് പഠിക്കുമ്പോഴത്തേക്കും ഇതുപോലെയുള്ള ടൂറൊക്കെ ഉണ്ടാവുമോ? ഉണ്ടാവില്ല എന്നെനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഇത് തന്നെ ആയിരിക്കും എനിക്ക് ലൈഫ് ലോങ് ഓർക്കാനുള്ള ഒരു ടൂറ് എന്ന്. അതൊക്കെ പിന്നെ അവൻ വെറുതെ പറയാണ്. ഓനൊക്കെ ഇനി എന്തുമാത്രം ടൂറുകളാണ് മുന്നിൽ കിടക്കുന്നതില്ലേ. ചെക്കന്മാരാവുകൊണ്ട് ഓർക്ക് ആരുടെയും കൂട്ട് വേണമെന്നും കൂടെ ഇല്ല, ആരുടെയും സമ്മതം വേണ്ട, തോന്നുമ്പോൾ ടൂർ പോവുക, സമ്പാദിച്ച് ഒരു നിക്കക്കള്ളി അങ്ങോട്ട് ആക്കിയാൽ മതി. നേരെ മറിച്ച് പെൺകുട്ടികൾക്കാണെങ്കിൽ എന്ത് മാത്രം ആലഭാരങ്ങളാണ്. അല്ല, ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളൊന്നും വ്യത്യാസമല്ലാണ്ട് എല്ലാവരും ഒരേമാതിരി ഒരേ ഫ്രീഡത്തോടു കൂടി യാത്രയൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, ഇഷ്ടങ്ങൾക്ക് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
എന്നാലും എന്താ പറയുക, നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ചില ആൾക്കാർക്ക് പെൺകുട്ടികൾ തന്നെ പോകുമ്പോൾ ഒരു പ്രത്യേക തരം നോട്ടവും സംസാരവും കാര്യങ്ങളൊക്കെയാണ്. അതിന് മാറ്റം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഒരുപാട് നാളുകൾക്കപ്പുറം ചിലപ്പോൾ മാറ്റം ഉണ്ടാകുമായിരിക്കും. നോക്കാം എങ്ങനെയാ പോകുന്നൂന്ന് അല്ലേ. അവൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ചായ ആക്കാത്തതിൻ്റെ പരാതിയാണ് കേട്ടോ. എൻ്റെ അമ്മ ഞാൻ എണീക്കണതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് അമ്മയ്ക്ക് ചായ ആക്കിക്കൂടാന്നില്ലേന്ന്. ഞാൻ പറഞ്ഞു, ഈ പണി മാറ്റി വന്ന് കിടന്നുറങ്ങിയൊന്നല്ലല്ലോ, ഫോണ് കളിയും ടി വി കാണലും കഴിഞ്ഞ് കിടന്നുറങ്ങിയല്ലേ, അതുകൊണ്ട് ഇത്തിരി നേരം വെയിറ്റ് ചെയ്തോ, ഞാൻ ചായ അങ്ങോട്ട് ആക്കി തരാമെന്ന് കേട്ടോ. അപ്പോൾ അവൻ ചോദിക്കുമോ, ശരി പണി മാറ്റി വന്നവർക്ക് മാത്രമേ ഡിമാൻഡുള്ളൂ. ഞാൻ പറഞ്ഞു അതെ, അതങ്ങനെയുള്ളവർക്ക് മാത്രമേ ഡിമാൻഡുള്ളൂ എന്ന്. ഈയിടെയായിട്ട് ഇപ്പോൾ മൂപ്പരുടെ ഒരു ആവശ്യമാണ്, മൂപ്പർക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു ചെറിയ പണി ശരിയാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇത്തിരി പോക്കറ്റ് മണിയൊക്കെ സമ്പാദിക്കാൻ പറ്റുന്ന മാതിരിയുള്ള പണി. വല്ല കടയിലൊക്കെ നിൽക്കുകയോ അല്ലെങ്കിൽ ശനി ഞായർ മാത്രമൊക്കെ എന്തെങ്കിലും കൈപ്പണികളൊക്കെ പഠിക്കാൻ പോവുകയൊക്കെ ചെയ്താലോ, എന്തെങ്കിലുമൊക്കെ പോക്കറ്റ് മണി ഇത്രയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ റീചാർജ് അതുപോലെയുള്ള അവൻ്റെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾക്കൊക്കെ അച്ഛൻ്റെ മുന്നിൽ കൈ നീട്ടണ്ടല്ലോ. നീട്ടുന്നതിൽ യാതൊരു മടിയില്ല, വിഷമമില്ല. എന്നാലും അങ്ങനെയും അച്ഛനെ സഹായിക്കാമല്ലോ എന്നൊക്കെ കേട്ടോ. അപ്പോൾ അവൻ്റെ അച്ഛൻ വല്ലാണ്ട് അതിനൊന്നും പ്രോത്സാഹിപ്പിക്കണില്ല. +2 അങ്ങോട്ട് കഴിയട്ടെ എന്നിട്ട് നോക്കാമെന്നൊക്കെയാണ് പറയണത് എൻ്റെ അടുത്ത്. പക്ഷെ കുറേ ആയി പറയുന്നു, അമ്മ ആരുടെയൊക്കെ ഒന്ന് അന്വേഷിക്കുക, കാറ്ററിങ്ങിനെങ്കിലും ഞാൻ പോട്ടെ എന്നൊക്കെ. എനിക്ക് വലിയ രീതിക്ക് താല്പര്യമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ അവനങ്ങനെ ഇഷ്ടമാണെങ്കിൽ എന്തെങ്കിലും കാട്ടട്ടെ എന്നുള്ള ഒരു ഇതിലുമാണ് കേട്ടോ. ഉച്ചരിഞ്ഞാൽ നമ്മുടെ ഒരു മുടികെട്ടൽ രീതി ഇങ്ങനെയാണ്. ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ഒക്കെ ഒരു ആശ്വാസമാണ്. എനിക്ക് മുടി പരത്തിയിട്ടാലേ കുറച്ചേലും എൻ്റെ മുഖത്തേക്ക് നല്ലത്. ഇങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഒട്ടും ഒരു മെനയില്ലാത്ത മാതിരി എനിക്ക് തോന്നും. പരത്തിയിട്ടതാണ് എനിക്ക് ഇഷ്ടം. പക്ഷേ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ മുടി പരത്തിയിട്ട് കഴിഞ്ഞാൽ എനിക്ക് പണികളൊന്നും സ്പീഡിൽ എടുക്കാനും പറ്റില്ല. ആകെപ്പാടെ ഒരു എരിച്ചിലും പോച്ചിലൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ മുടിയൊക്കെ ഒന്നവിടെ ഉണങ്ങിക്കഴിഞ്ഞാൽ ഞാൻ കഴിവതും ഇങ്ങനെ നീറും തലയിലവിടെ കെട്ടി വയ്ക്കുകയാണ് ചെയ്യുക. ഇടയിൽ വെച്ചിട്ട് നമുക്ക് സ്ഥിരം കിട്ടുന്ന വ്യൂ പോലും ഇല്ലാണ്ട് വ്ളോഗുകൾ ഇങ്ങോട്ട് ചത്ത അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമവും സങ്കടമൊക്കെ കാരണം കൊണ്ടാണ് ഇങ്ങനെ വ്ളോഗ് ഇടാനായിട്ട് ഇങ്ങനെ ഗ്യാപ്പ് കൂടിക്കൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇത് യൂട്യൂബാണ്, നമ്മൾ വിചാരിക്കുന്ന മാതിരി ഒന്നും മുന്നോട്ട് പോവില്ല. അപ്പോൾ നമ്മൾ വ്യൂ കുറയുമ്പോഴും കൂടുമ്പോഴും ഒരേ മാതിരി തന്നെ നമ്മുടെ ഒരു ജോലിയായി കണ്ട് ഡെയിലി നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് വേണ്ടതൊക്കെ ഞാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്യും. എന്നാലും കൂടെ ചില സമയത്തൊരു വിഷമമാണ്, സങ്കടമാണ്. നമ്മളിങ്ങനെ കാണുന്നവർക്ക് ഇപ്പോൾ നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ കാട്ടിങ്ങനെ സംസാരിക്കല്ലേ, അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഇത്ര പാടാണോ തോന്നും. പക്ഷെ ഇത് പാട് തന്നെയാണ് കേട്ടോ, ചെയ്താലേ മനസ്സിലാവുള്ളൂ. നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്ത് സംസാരിച്ച് അത് പോസ്റ്റാക്കി അതിന് തംബ്നെയിൽ ഉണ്ടാക്കുന്നതും എല്ലാം നല്ല റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്നിട്ട് നമ്മൾ വീഡിയോയ്ക്ക് ഒരു വ്യൂവും കാര്യങ്ങളൊന്നും ഇല്ലാത്തുമ്പോൾ കുറേശ്ശെയൊക്കെ നമുക്ക് വിഷമം ഉണ്ടാവും. നമ്മൾ ആ വിഷമമൊക്കെ അതിജീവിക്കണം, അവിടെയാണ് നമ്മുടെയൊക്കെ വിജയം അല്ലേ. ഞാനിങ്ങനെ വല്ലാണ്ട് ഡള്ളാവുമ്പോഴേ നമ്മളിങ്ങനെ കുറേ പേര് മോട്ടിവേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമല്ലോ, നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർ. അപ്പോൾ ഒക്കെ നമുക്കൊരു ആശ്വാസമാണ്. എന്നാൽ കൂടി ഞാൻ തന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് നല്ല രീതിക്ക് ധൈര്യമൊക്കെ കിട്ടുക കേട്ടോ. അത് വെച്ച് എൻ്റെ അടുത്ത് ഞാൻ തന്നെ പറയും, ഒക്കെ ശരിയാവും, ഈ സമയം കടന്നു പോവും, എല്ലാം മാറും, എല്ലായ്പ്പോഴും എല്ലാവരും ഒരുപോലെ ആവുമോ, അങ്ങനെയൊക്കെ ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്കൊരു സമാധാനമാണ്. അപ്പോൾ അങ്ങനെ നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കും. ഇങ്ങനെ എന്തെങ്കിലും വിഷമം വരുമ്പോഴത്തേക്ക്, പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് വല്ലാണ്ട് ഡള്ളാവാണ്ട് എല്ലാം മാറും, ഈ സമയവും കടന്നു പോവും. ഒരു കുന്നുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട്, ഒരു ഇറക്കം ഉണ്ടെങ്കിൽ ഒരു കുന്നുണ്ട്. രാത്രിക്ക് പകലും പകലിന് രാത്രി മാറി മറിഞ്ഞു വരുന്ന മാതിരി അല്ലേ. എല്ലാ സമയവും മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന കാത്തിരിക്കുന്ന നല്ല സമയം വളരെ പെട്ടെന്ന് വരട്ടെ എന്നുള്ള ഒരു പോസിറ്റീവായ ചിന്തയോടുകൂടി മുന്നോട്ട് പോവാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ചായ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടേ വൈകുന്നേരത്തേക്കുള്ള വറകൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഉമ്മർത്ത് കൂട്ടിയിട്ടുള്ള കുറച്ച് വറക് തന്നെ ഉള്ളൂ, വേറെ മേടിച്ച് വെച്ചൊന്നുമില്ല. അപ്പം അതെല്ലാം വലിച്ചിട്ട് കുറേശ്ശെ കൊണ്ടുവയ്ക്കുകയാണ്. ഒന്നിച്ച് വലിച്ചിട്ടിട്ടൊന്നുമില്ല, 2 ദിവസത്തേക്കുള്ളത് മാത്രം വലിച്ച് വാരിയെടുത്താണ്. ഈ ഒരു മൂലയ്ക്ക് നല്ല രീതിയിൽ ചപ്പും കുപ്പയാണ്. നമ്മൾ വിറക് വലിക്കുമ്പോൾ വേറെ വല്ലവരെയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏട്ടൻ പിന്നെ നമുക്ക് റെഡിയാക്കാം, അപ്പോഴേക്ക് സമയമില്ല, ടൗണിൽ പോകാനായിട്ടുണ്ടെന്ന് പറഞ്ഞ് കുറച്ച് വലിച്ചിട്ട് തന്നെയാണ്. അപ്പം ഞാനും അച്ചൂട്ടനും ആദ്യം കൂടെ അതെല്ലാം അടുക്കളപ്പുറത്ത് കൊണ്ടിട്ടു. ഒരിത്തിരി ഈർപ്പന്മാരി ഉണ്ടായിരുന്നു. അപ്പോൾ അത് നാളത്തെ ഒരു ഉച്ചവെയിലും കൂടെ കൊണ്ടിട്ട് വീതറിൻ്റെ ചോട്ടിക്കാട് വെക്കാമെന്ന് കരുതിയിട്ടേ. പിന്നെ ഉണ്ടല്ലോ, ഇന്ന് വൈകിട്ട് നമ്മളൊരു പരിപാടിക്ക് പോയി കേട്ടോ.
നമ്മുടെ നാട്ടിൽ ഗ്രാമോത്സവം നടക്കുന്നുണ്ടായിരുന്നു. സാധാരണ നമ്മുടെ നാട്ടിലുള്ള ഇതുപോലുള്ള പരിപാടികൾക്കൊന്നും ഞാൻ പോവാറില്ല. വേറൊന്നുമല്ല, തലേദിവസം ഉറക്കമൊഴിച്ച് ഇങ്ങനത്തെ പരിപാടികളെല്ലാം കണ്ട് പിറ്റേ ദിവസം നേരം വെളുക്കണേൻ്റെ മുന്നേ നമുക്ക് ഡ്യൂട്ടിക്ക് പോകണ്ടേ. അപ്പോൾ ഉറക്കവും എല്ലാം പ്രശ്നമാവുമെന്ന് ഓർത്തിട്ട് എവിടെയും പോവാറില്ല. ഇപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നാട്ടിലത്തെ കല്യാണങ്ങൾ, ഇതുപോലുള്ള പ്രോഗ്രാമുകൾ എല്ലാത്തിനും ഞാൻ കുറ്റിയും പെറുക്കി എൻ്റെ ഏടത്തിയുടെ കൂടെ പോവാറുണ്ട്. അച്ചൂട്ടനെ ഒരു 11 മണി വരെയൊക്കെ അടങ്ങിയിരുന്ന് കണ്ടട്ടോ. അത് കഴിഞ്ഞപ്പോൾ അവന് ഉറക്കം വരിക അങ്ങനെ ഇങ്ങനെയൊക്കെ കുറുമ്പൻ വാശിയായിരുന്നു. ഇടയിൽ അവിടെ കുറച്ച് പൂള ഇങ്ങനെ കുത്തി ഉടച്ചതും ഉള്ളിച്ചമ്മന്തിയും പിന്നെ അച്ചാറും അതൊക്കെ കിട്ടി. അപ്പോൾ അതൊക്കെ തിന്നപ്പോൾ ആൾ ഇത്തിരി ഒന്ന് ഉഷാറായി. പിന്നെ നല്ല ചുക്ക് കാപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതെല്ലാം കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്തു. ശരിക്കും ഈ ഒരു പരിപാടിക്ക് പോയിട്ടില്ലെങ്കിൽ മിസ്സായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇത്രയേറെ കലാകാരന്മാരുണ്ടോയെന്ന് നമുക്ക് അറിയുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ പോയി കഴിഞ്ഞപ്പോൾ ശരിക്കും അരാഹരപ്പെട്ടു പോയി. എന്തുമാത്രം ആൾക്കാർക്ക് എന്തോരം കഴിവുകളാണെന്നറിയോ. കുറേ പേര് പാട്ട് പാടുന്നുണ്ട്, ഡാൻസ് കളിക്കുന്നുണ്ട്. എന്നെ വിളിച്ചാണ് കേട്ടോ ഇവിടെ തിരുവാതിരക്കളി കളിക്കാനായിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഞാൻ പക്ഷെ പോയില്ല. ഞാൻ പറഞ്ഞില്ല, എല്ലാവരുടെയും വിചാരം നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര ആക്റ്റീവാണെന്ന്. എവിടെ നമ്മുടേതായ ഒരു സ്പേസിലല്ലാത്തടത്തൊക്കെ നമ്മൾ ഭയങ്കര അപകർഷതാബോധമുള്ള ആളാണ്. സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അദ്ഭാര കഴിവ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരെയും അഭിനന്ദിച്ചേ പറ്റുള്ളൂ. പ്രോഗ്രാംസ് കണ്ട ഹാങ് ഓവർ മാറാത്തതുകൊണ്ട് സ്നേഹയും അച്ചൂസും റോട്ടിൽ ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ. അച്ചു അങ്ങോട്ട് ആക്റ്റീവായി റോട്ടിലെത്തിയപ്പോഴത്തേക്കും. പിന്നെ ഒരേ വൈബുള്ള രണ്ടെണ്ണമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാം കാണാൻ പോകാൻ തന്നെയുള്ള കാരണം എൻ്റെ ഏടത്തിയമ്മയും ഏടത്തിയമ്മയുടെ മരുമകളും, ഏടത്തിയമ്മയുടെ മാത്രമല്ല ഞങ്ങളുടെയൊക്കെ മരുമകളും പിന്നെ ഏടത്തിയമ്മയുടെ പേരക്കുട്ടികളും എല്ലാവരും കൂടെയാണ് തിരുവാതിരക്കളി ഉണ്ടായിരുന്നത്. വേറെയും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അതൊരു ചന്തമല്ലേ, അമ്മയും മക്കളും പേരക്കുട്ടികളും ഒക്കെ ആയിട്ട് തിരുവാതിരക്കളി കളിക്കുന്നത്. അത് കാണാനായിട്ടാണ് മെയിനായിട്ട് ഞങ്ങൾ പോയത്. പക്ഷെ അവരുടെ പ്രോഗ്രാം ഏറ്റവും ലാസ്റ്റൊക്കെ ആയിരുന്നു. അവിടെ നിൽക്കാൻ എൻ്റെ അച്ചൂസ് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവന് ഉറക്കം വരിക, അവന് വിശക്കുക, അങ്ങനെ ചോറൊക്കെ കൊടുത്തിട്ടാണ് കൊണ്ടുപോയത്. പിന്നെ അവിടുന്ന് പൂളയും കൊടുത്തു. അതൊന്നും പോരായിട്ട് തന്നെ സൗകര്യം കെടുത്തിയിട്ടാണ് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോകുന്നത് കേട്ടോ. എന്നിട്ട് റോട്ടിലത്തെ കലാപരിപാടി മതിയാവാഞ്ഞിട്ടിപ്പോൾ വീട്ടിലാണ് ഏട്ടൻ്റെ അനിയൻ്റെ അടുത്ത പരിപാടി. ഏട്ടനെ വരാൻ പറഞ്ഞായിരുന്നു. പിന്നെ ഓട്ടവും കഴിഞ്ഞ് ഇത്തിരി വൈകിയിട്ടാണ് വീട്ടിലെത്തിയത്. പിന്നെ മേലും കയ്യും വേദനയൊക്കെ ആയിട്ട് ഓര് പോകുന്നുണ്ടായിരുന്നില്ല. അപ്പം അച്ഛനെ കോലായത്ത് കടത്തിയിട്ടാണ് ഏട്ടൻ്റെ അനിയൻ്റെ പെർഫോമൻസ് കൂടെ എന്നെയും കൂട്ടിയിട്ടുണ്ട്. നമ്മൾ ആദ്യം ടൂർ പോയപ്പോൾ മേടിച്ചില്ലായിരുന്നു ഒരു മൈക്ക്. ആ മൈക്കിലാണ് പാട്ട് പാടൽ. നല്ല സൗണ്ട് ഉണ്ടാവും കേട്ടോ. ഈ രാത്രി ആവുകൊണ്ട് തന്നെ ചെറിയ സൗണ്ട് പോലും നാലുപുറമുള്ളവർക്ക് നല്ല ഉച്ചത്തിൽ കേൾക്കും. എന്നിട്ട് ഫോണിൽ തന്നെ കിട്ടുമല്ലോ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ആ മ്യൂസിക്കും വെച്ചിട്ട് പാട്ട് പാടുക. എന്താ പെർഫോമൻസ് അറിയും. ഞാൻ പറഞ്ഞു ഇത്രയ്ക്ക് ധൈര്യമുള്ളവരാണെങ്കിൽ ആ സ്റ്റേജിൽ അങ്ങനെ പാടിക്കൂടായിരുന്നോ. ചെറുതായിട്ട് എൻ്റെ ഡാൻസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മകൻ പറയുക നിങ്ങൾക്കും പറ്റുമല്ലോ, നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര തുള്ളിക്കളിയാണല്ലോ, എന്നാൽ നിങ്ങൾക്ക് എൻ്റെ അങ്ങോട്ട് സ്റ്റേജിൽ കയറിക്കൂടാ, അല്ലെങ്കിൽ ഞങ്ങളോട് പറയാൻ നിൽക്കണ് അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കച്ചറ കിച്ചറയാണ്. എല്ലാം കണ്ടൊരുത്തൻ നിലത്ത് കടന്ന് ആസ്വദിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളെ 3 പേര് ഇങ്ങനെ നോക്കുകയാണ്. എൻ്റെ ദൈവമേ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇങ്ങനെ 3 എൻ്റെ ജീവിതത്തിലേക്ക് വന്നേ എന്നാണോ ഓർക്കുന്നേ ഒന്നും അറിയില്ല. ഒരു ഭാവവ്യത്യാസം ഇല്ലാണ്ട് ഞങ്ങളെ 3 പേരെയും നോക്കി കിടക്കുകയാണ്. അച്ചൂട്ടൻ്റെയും ആദിയുടെയും പാട്ടിന് എന്നെ കൊണ്ട് പറ്റുന്ന മാതിരി ഞാൻ സ്റ്റെപ്പൊക്കെ ഇടുന്നുണ്ട്. പാട്ടുകൾ പിന്നെ ഇതിലങ്ങനെ വല്ലാണ്ട് വെക്കാൻ പറ്റില്ലല്ലോ, വല്ല കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നാലോ എന്നോർത്തിട്ടാണ്. ഈ ഫോണിൽ നോക്കിയിട്ട് ലിറിക്സ് വായിക്കുമ്പോഴത്തേക്കും മൊത്തം തെറ്റിച്ചിട്ടാണ് പാടണ രണ്ടും. അതുകൊണ്ടാണ് ഞാൻ കുനിച്ച് ഈ 2 ഇടിയൊക്കെ കൊടുത്തത്. പിന്നെ ഏട്ടൻ്റെ അടുത്ത് എന്തൊക്കെയോ ഡയലോഗൊക്കെ അടിക്കുകയാണ്. ഏകദേശം ഒരു 12:30 മണി ആയപ്പോഴാണ് ഞങ്ങൾ കോലായത്തെ കലാപരിപാടികളെല്ലാം അവസാനിപ്പിച്ച് കിടന്നുറങ്ങാനായിട്ട് തയ്യാറായത്. ഏട്ടനെ ഈ മൈക്കിൻ്റെ ഹൈ വോളിയം സൗണ്ടും പിന്നെ ഞങ്ങൾ തുരുതുരാ കുറുകുറേ സംസാരം എല്ലാം കൂടെ കേട്ടിട്ട് പണിമാറ്റി വന്ന് കിടക്കുകയല്ലേ. പുരുക ഇങ്ങനെ ചുളിച്ച് നെറ്റിയിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ എൻ്റെ അച്ഛസ് പറയുന്നത് അച്ഛക്ക് എന്താ ഞങ്ങൾ ഈ കാണിക്കുന്നതൊന്നും ഇഷ്ടപ്പെടുന്നില്ലേ, എന്നാൽ അച്ഛ വേണേ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോ, ഞങ്ങൾ 3-4 എന്തായാലും ഈ പരിപാടി ഇവിടെ നിർത്താനൊന്നും പോകണില്ല, ഇതൊരു തുടക്കം മാത്രമാണ്. അപ്പം ഞാൻ ഏട്ടൻ്റെ അടുത്ത് വെച്ച് സന്തോഷമായില്ലേ ഏട്ടനെ കിട്ടണ്ട എന്നല്ലേ കിട്ടിയത് എന്നൊക്കെ. ഗുഡ് നൈറ്റ് ഡിയേഴ്സ്, ഗുഡ് നൈറ്റ്. ഹലോ. നല്ലൊരു പാട്ടിലൂടെ ഈ ബ്ലോഗ് ഇവിടെ നിർത്തുന്നതാണ്. ഇനിയിപ്പോൾ ആദ്യം കരിമിഴിക്കുരുവിയെ കണ്ടില്ല എന്നുള്ള പാട്ടാണ് പാടാൻ പോണത്. അപ്പോൾ ഇതതിൻ്റെ തുടക്കത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് കേട്ടോ. കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്ന ഓർത്തിട്ട് അത് കമ്മിയാക്കി വെച്ചാണ്.
നിങ്ങളെ ഫോണൊന്ന് വളരെ അടുത്തേക്ക് പിടിച്ച് കേട്ടോണം കേട്ടോ. ഇനിയിപ്പോൾ അവൻ്റെ പാട്ടിന് കോപ്പിറൈറ്റ് ഇഷ്യൂ ഒന്നും വന്നില്ലെങ്കിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് വന്നാലോ എന്ന് പേടിച്ച് ഞാൻ സൗണ്ട് കമ്മിയാക്കി വെച്ചാണ്. എന്ത് കേട്ടില്ല അത്. അപ്പോൾ നമ്മൾ ഈ ഒരു വ്ളോഗ് ഇവിടെ നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ ഉണ്ണികളുടെ അടുത്ത് പറഞ്ഞ മാതിരി നിങ്ങളുടെ അടുത്ത് നല്ലൊരു ടാറ്റ ബൈ ബൈ പറയുകയാണ്. വീണ്ടും നല്ലൊരു അടിപൊളി വ്ളോഗുമായിട്ട് കാണാം എന്നുള്ള പ്രതീക്ഷയിൽ സപ്പോർട്ട് ചെയ്ത എല്ലാവരുടെ അടുത്തും ഒരുപാട് സ്നേഹം.